ഞാൻ ആ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ള സ്കൂളിൽ പഠിക്കുന്നു, ഞാൻ അവിടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ചെല്ലുന്നു, ഞാൻ അവിടെ താമസിക്കുന്നു, എന്റെ ജീവിതം അവിടെയാണ്. 4ാം ക്ലാസ് വരെ ഞാനും പാർവതി, ഒരു വയസ്സിന് ഇളയതാണ് പാർവതി എന്നെക്കാളും, 1.5 വയസ്സിന്. അപ്പൊ ഞങ്ങൾ ഏതാണ്ട് ഒരു സ്കൂളിൽ തന്നെയാണ് കുറേ കാലം പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾ കോളേജ് കഴിയുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിവിൽ സർവീസിന് പ്രിപ്പറേഷനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പറേഷൻ നടത്തുന്നു, പഠിക്കുന്നു. അതിനുശേഷം അമ്മാവന് അൾഷിമേഴ്സിന്റെ ഒരു രോഗാവസ്ഥ അധികമായി കഠിനമാവുന്ന സാഹചര്യമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അമ്മാവനെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ കണ്ടിട്ടില്ല ഈ 3 മക്കളെയും. 3 മക്കളുണ്ട്. ഒരു സമയത്ത് അമ്മാവി എന്ന് പറയുന്നത് വളരെ ജെന്റിലായിരുന്നു, വളരെ ഇമോഷണലായിട്ട് മക്കളെ നന്നാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ അമ്മാവി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒടുക്കം വന്നപ്പോൾ അമ്മാവി വളരെ ബോൾഡായി മാറി. ഇതിനി തിരിയില്ല എന്ന് കാണുന്ന ഒരു സാഹചര്യം, നന്നാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ അമ്മാവി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കുടുംബ പ്രശ്നങ്ങളിലേക്കോ ഇവരാരാണോ എന്നോ ഇവരുടെ ഐഡന്റിറ്റി എന്താണോ എന്നോ അവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളോ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ട ആവശ്യം നിലവിലില്ല. ഞാൻ അങ്ങനെ ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. പകരം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്നെ കൊല്ലം ജില്ലക്കാരിയാക്കാൻ ശ്രമിക്കുന്ന CPIയുടെ ജില്ലാ നേതൃത്വത്തോട് എനിക്ക് അപമാനം മാത്രമേ ഉള്ളൂ. 2018-19 കാലയളവിലാണ് എന്റെ അമ്മുമ്മ രോഗാതുരതയാവുന്നതും മരണപ്പെടുന്നതും. അപ്പൊ ആ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അന്നത്തെ ജില്ലാ സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അന്നത്തെ വനിതകലാസാഹിതി, യുവകലാസാഹിതി ഉൾപ്പെടെയുള്ള സംഘടനാ നേതൃത്വം, അടൂർ മണ്ഡലം സെക്രട്ടറി, യുവജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും പത്തനംതിട്ട ജില്ലക്കാരുടെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എന്റെ വീട്ടിലുണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിലെ ആ വീട് നിൽക്കുന്നത് ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രദേശത്താണ്. അവിടെയുള്ള പ്രാദേശികരായിട്ടുള്ള ചില നേതാക്കന്മാർ പങ്കെടുത്തു, ചിലർ പരിചയമുള്ളവർ, അടുപ്പമുള്ളവർ നേതാക്കന്മാർ വന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും എനിക്കോ എന്റെ വീട്ടിലുള്ളവർക്കോ അവിടേക്കായിട്ട് രാഷ്ട്രീയപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നവരോട് ഇതാണ്, 2018-19 കാലയളവിൽ അന്ന് എന്റെ വീട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ എല്ലാവരും പത്തനംതിട്ട ജില്ലയിലെ നേതൃത്വമാണ് വന്നിട്ടുള്ളത്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊല്ലം ജില്ലയുമായിട്ട് എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ബന്ധവും അവകാശപ്പെടാനില്ല. കാരണം ഞാൻ പൂർണ്ണമായും താമസിക്കുന്നതും പഠിക്കുന്നതും ഇടപെടുന്നതും ജീവിക്കുന്നതും എന്റെ വീടും പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ എന്റെ അച്ഛനും അമ്മയും ഓൾമോസ്റ്റ് 5.5 ഇയേഴ്സ്, കറക്റ്റ് ഇലക്ഷൻ ഒരു 2-3 മാസം മുൻപാണ്. ഇലക്ഷന് ഒരു 3 മാസം മുൻപായിരിക്കും. ഇലക്ഷൻ അടുപ്പിച്ച് തന്നെയാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തതും. ആ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ അവിടുത്തെ CPIയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരതാമസമുള്ള വീട്ടിലേക്കാണ് മാറ്റിയത്. എനിക്ക് വേണമെങ്കിൽ ഒരു വാടക വീട് എടുത്ത് മാറ്റിക്കൂടെ? എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വേണമെങ്കിൽ എനിക്കൊരു വാടക വീട് വാങ്ങിക്കാം. ഇനി അതൊക്കെ ഉപരിയായിട്ടൊരു ചോദ്യം, ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു വീടും അഡ്രസ്സും ഉണ്ടാക്കാമായിരുന്നില്ലേ? ഇത്രയും കുടുംബ പ്രശ്നമുള്ള വീടാണ്, എനിക്ക് അവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ താമസിച്ചിട്ടുള്ള എന്റെ വീടാണത്. അപ്പോൾ ആ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു മെയിന്റനൻസ് വർക്കിനെ കുറിച്ചോ അവിടെ സാധനം വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ആ വീട്ടുചെലവിനെ കുറിച്ചോ അവിടെയുള്ള ഒരു ഓണം ഒരുക്കുന്നതിനെ കുറിച്ചോ ഒന്നും അറിയാത്ത 3 പേരാണ് ഇപ്പൊ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ളത്.